ഇംഗ്ലീഷിൽ ഈ ക്ലോസ് എന്ന് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് ഡെഫിനിറ്റ് ക്ലോസ്, ഇൻഡെഫിനിറ്റ് ക്ലോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമുക്കത് ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മൾ പറയുക, ഒരു സെൻറ്റൻസ് ഇങ്ങനെ കാണുക, ദ ബോയ് ഹൂ ഈസ് മൈ സൺ സ്റ്റഡീസ് അറ്റ് LKG. അതായത് ദ ബോയ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോമ ഇടുന്നില്ല. കോമ ഇടാതെ ഞാൻ പറയുകയാണ് ഹൂ ഈസ് മൈ സൺ സ്റ്റഡീസ് അറ്റ് LKG. അതിന് ഇത്രേ അർത്ഥമുള്ളൂ. ദ ബോയ്, ആൺകുട്ടി, ഹൂ ഈസ് മൈ സൺ, അതായത് ഇത് ഒരു എൻ്റെ മകനായ ആ ആൺകുട്ടി. അതായത് ആ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഏത് കുട്ടി വേണേലും ആകാം. അപ്പം ഞാനതിനെ ഒന്ന് ഡെഫിനിറ്റ് ആക്കുക. കാരണം ഏതാണ് ആ കുട്ടി? എൻ്റെ കുഞ്ഞായ, എൻ്റെ മകനായ ആ ആൺകുട്ടി. സ്റ്റഡീസ് അറ്റ് LKGയിൽ പഠിക്കുന്നു. ഇനി ഞാൻ ഒന്നും കൂടി പറയുക. അപ്പം ആദ്യം ഞാൻ പറഞ്ഞെടുത്ത് ദ ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടി, ഒരുപാട് ആൺകുട്ടികളുണ്ട്. അതിൽ ദ ബോയ് ഹൂ ഈസ് മൈ സൺ, എൻ്റെ കുഞ്ഞായ ആൺകുട്ടി. ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഇതിൽ ഏത് ആൺകുട്ടിയെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയുന്നത് ഹൂ ഇട്ടിട്ടാണ്. ഹൂ ഈസ് മൈ സൺ, എൻ്റെ മകനായ, എൻ്റെ കുഞ്ഞായ ആൺകുട്ടി. ആ ആൺകുട്ടി സ്കൂളിലാണ്, LKGയിലാണ് പഠിക്കുന്നത്. ഇനി ഞാൻ ഒന്നും കൂടി എൻ്റെ കൊച്ചിനെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യുക. എസ്രിക്, ഹൂ ഈസ് മൈ സൺ. അതായത് എസ്രിക്ക് എന്ന വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതെൻ്റെ കൊച്ചാണ്. പക്ഷേ ഈ എസ്രിക് എന്ന പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അത് എൻ്റെ കൊച്ചാണ്. ഇതിനും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൂ ഈസ് മൈ സൺ സ്റ്റഡീസ് അറ്റ് LKG. അപ്പം ഇതിനൊരു പ്രശ്നമുണ്ട്. എസ്രിക് എന്ന പേരിട്ടിട്ട് ഞാനൊരു ചെറിയ ബ്രാക്കറ്റ്, ഒരു കോമ ഇടും. എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഹൂ ഈസ് മൈ സൺ സ്റ്റഡീസ് അറ്റ് LKG. അതായത് എസ്രിക് എന്ന പേര് ഒരു ഡെഫിനിറ്റ് നെയിമാണ്. ആ പേര് പറയുമ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ആരാണ് ആ കൊച്ചെന്ന്. പക്ഷേ അറിയാൻ മേലാത്ത കുറച്ച് പേര് കാണും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. കാരണം ഇത് ഇല്ലാതെ തന്നെ എസ്രിക് എന്ന് സ്കൂളിൽ ചെന്ന്, ഒരു ക്ലാസ്സിൽ ചെന്ന് എസ്രിക് എന്നൊരു പേര് വിളിച്ചാൽ അത് ആരാന്ന് അവിടെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. മനസ്സിലായോ? ആ കൊച്ച് ആരാണെന്ന് ആ പേരിൽ തന്നെ അന്തർലീനമാണ്. പക്ഷേ അതുകൊണ്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഹൂ ഈസ് മൈ സൺ. അതുകൊണ്ടാണ് അതിന് കോമ ഇട്ടിട്ട് ഞാൻ ഹൂ ഈസ് മൈ സൺ എന്ന് പറയുന്നത്. സ്റ്റഡീസ് അറ്റ് LKG. ഇതാണ് ഇവിടെ ഈ കോമ ഇടുമ്പോഴും കോമ ഇടാത്തതും തമ്മിലുള്ള വ്യത്യാസം. ബോയ് എന്ന് പറഞ്ഞാൽ ഏത് ബോയ് വേണേലും ആകാം. അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വാളിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ആ ബോയ് എന്ന് പറഞ്ഞിട്ട് ഈ ബോയിൽ ഏത് ബോയ് എന്ന് പറയുന്നത് ഹൂ ഈസ് മൈ സൺ. ഒരു ബോയിനെ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല. കാരണം ഹൂ ഈസ് മൈ സൺ എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു പർട്ടിക്കുലർ ബോയ് ആവുന്നുള്ളൂ. എന്നാൽ രണ്ടാമത്തേനോ പേര് കൊണ്ട് തന്നെ സ്പഷ്ടമാണ് എല്ലാവർക്കും. ഞാൻ കൊടുക്കുന്നത് അഡീഷണൽ ഇൻഫർമേഷനാണ്. അതുകൊണ്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ പേരിൻ്റെ കൂട്ടത്തിലോ, പേര് പറഞ്ഞിട്ടായിരിക്കും അതിലൊരു നല്ലൊരു ശതമാനം. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ VD സതീശൻ എന്നിട്ട് ഒരു കോമ ഇട്ടിട്ടായിരിക്കും പറയുന്നത് ഹൂ ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള കണ്ടക്ട്സ് എ സ്പീക്ക് അറ്റ് ദീസ് റെസ്റ്റോറൻറ്റ്. അതായത് കണ്ടില്ലേ, VD സതീശൻ എന്ന പേര് എല്ലാവർക്കും അറിയാം. പക്ഷേ VD സതീശൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് വെളിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കേരളവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പം അത് കഴിഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്, ബ്രാക്കറ്റല്ല, ഒരു കോമ ഇട്ടിട്ടാണ് ആ ഹൂ എഴുതുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.